എല്ലാ എം പിമാരുടെ ഉത്തരവാദിത്വം അവരവരുടെ മണ്ഡലങ്ങളിൽ മത്സരിക്കുന്ന UDF സ്ഥാനാർത്ഥികളെ പരമാവധി വോട്ടുകൾ നേടിയെടുത്ത് വിജയിപ്പിക്കുക എന്നുള്ളതാണ്. എല്ലാ എം പിമാരുടെയും ദൗത്യം അതാണ്. കാരണം ഈ ഞങ്ങളെ എം പിമാരാക്കാൻ കഷ്ടപ്പെട്ട ആളുകളാണ് ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത്. അപ്പോൾ അവരെ MLA-മാരാക്കുക എന്നുള്ള ദൗത്യം ഏറ്റെടുത്ത് അവർക്ക് വേണ്ടി പ്രവർത്തിക്കുക എന്നുള്ളതാണ് എം പിമാരുടെ ഉത്തരവാദിത്വം. പിന്നെ കോൺഗ്രസിൻ്റെ സ്ക്രീനിങ് കമ്മിറ്റി കൂടിക്കൊണ്ടിരിക്കുകയാണ്. അത് എല്ലാ ജില്ലകളിലെയും സ്ഥാനാർത്ഥി പട്ടികയെ സംബന്ധിച്ചിടത്തോളം വളരെ വിശദമായ ചർച്ചകൾ നടക്കുന്നുണ്ട്. അപ്പോൾ ആർക്ക് വേണമെങ്കിലും കോൺഗ്രസ് ഹൈക്കമാൻഡ് അന്തിമമായ പട്ടിക പ്രസിദ്ധീകരിക്കുന്നവരെ സ്ഥാനാർത്ഥിയാകാൻ ശ്രമിക്കാം. അതിൽ യാതൊരു തെറ്റുമില്ല. പക്ഷേ കോൺഗ്രസ് ഹൈക്കമാൻഡ് പ്രഖ്യാപനം വന്നു കഴിഞ്ഞാൽ പിന്നെ സ്വാഭാവികമായി ആ പ്രഖ്യാപനത്തിന് അനുസൃതമായ സ്ഥാനാർത്ഥികളെ വിജയിപ്പിക്കുക എന്നുള്ള ഉത്തരവാദിത്വം ഏറ്റെടുക്കണമെന്നുള്ളതാണ് എല്ലാവരുടെയും ഉത്തരവാദിത്വം. അതുകൊണ്ട് ആ ഉത്തരവാദിത്വം എല്ലാവരും ഏറ്റെടുക്കും. കേരളത്തിൽ നിന്ന് വിജയിച്ചു വന്നിട്ടുള്ള എല്ലാ എം പിമാരും ആ ഉത്തരവാദിത്വം ഏറ്റെടുക്കുമെന്നാണ് എനിക്ക് പറയാനുള്ളത്. പക്ഷേ ഇന്നും